അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങൾ നവീകരിച്ചാൽ സർക്കാർ ആവശ്യങ്ങൾക്കും പൊതുസേവന സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന നിലയിലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിച്ചുപോകുകയാണെന്ന വ്യാപക പരാതിയെ തുടർന്ന് എംപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ജനപ്രതിനിധികൾ, BSNL ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നഗരസഭാ അതിർത്തിക്കുള്ളിൽ 5 പ്രോപ്പർട്ടികളിലായി ഏകദേശം 10 ഏക്കർ സ്ഥലവും നിരവധി കെട്ടിടങ്ങളുമാണ് BSNLന്റെ ഉടമസ്ഥതയിലുള്ളത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണെങ്കിലും ഭൂരിഭാഗം കെട്ടിടങ്ങളും നവീകരിച്ചാൽ സർക്കാർ ആവശ്യങ്ങൾക്കും പൊതുസേവന സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ലീസിനോ വാടകയ്ക്കോ നൽകാൻ BSNL തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊതുമുതൽ നശിക്കാൻ അനുവദിക്കില്ലെന്നും കെട്ടിടങ്ങൾ സംരക്ഷിച്ച് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കുമെന്നും MP ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും നൽകുമെന്നും MP പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന CTU ബിൽഡിംഗ്, അതോടൊപ്പം തന്നെയുള്ള മറ്റ് ക്വാർട്ടേഴ്സ്, പിന്നീട് വെള്ളൂർക്കുന്നത്തുള്ള ഒരു ക്യാമ്പസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 10 ഏക്കറോളം വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം BSNLനും അല്ലെങ്കിൽ അതിൻ്റെ പേരൻ്റ് അതോറിറ്റി ആയിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ പോക്കുവരവ് നടക്കാത്തതിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോക്കുവരവ് നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് വിൽക്കുന്നതിന് പോലും കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് സുഗമമായി കൊടുക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റും എന്നതാണ്. ഏതായാലും ഈ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഈ ബിൽഡിങ്ങുകൾ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള തരത്തിൽ ശരിയാവണ്ണമുള്ള കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പത്രവാർത്തകളൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിൽ ഇതുപോലെയുള്ള ഭൂരിഭാഗം മേഖലയിലും പറയപ്പെടുന്നത് പോലെ കാട് പിടിച്ച് കിടക്കുന്നു. അത് ഇഴജന്തുക്കൾ ഉൾപ്പെടെ വലിയ സൗകര്യം ഒരുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആളുകൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ സ്ഥലപരിശോധനയ്ക്ക് വരാൻ തീരുമാനിച്ചത്. ഇപ്പം മൂവാറ്റുപുഴയും കോതമംഗലവും. അപ്പോൾ ഈ 2 നിയോജകമണ്ഡലത്തിലെ BSNLന്റെ ഒരു സമ്പൂർണ്ണ റിവ്യൂ ആണ് ഇന്നത്തെ ദിവസം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും സംയുക്ത യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ആവശ്യക്കാർക്ക് BSNL കെട്ടിടങ്ങൾ വാടകയ്ക്കോ ലീസിനോ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. അതിന് സാധിക്കാത്ത പക്ഷം കെട്ടിടങ്ങളും സ്ഥലങ്ങളും നഗരസഭ ഏറ്റെടുത്ത് പൊതുപ്രയോജനത്തിനായി വിനിയോഗിക്കാനുള്ള സാധ്യതകളും ഗൗരവമായി പരിശോധിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട MPയുടെയും അതുപോലെ തന്നെ BSNLന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇന്ന് നടന്നിരുന്ന ഈ ഒരു വിസിറ്റ് വളരെ പ്രയോജനപ്രദമായ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നഗരസഭയും. കാരണം 10 ഏക്കറോളം വരുന്ന ഒരു പ്രോപ്പർട്ടി വിവിധ ഭാഗങ്ങളിലായിട്ട് എടുക്കുന്ന പ്രോപ്പർട്ടിയാണ് BSNLന്റെ അണ്ടറിൽ വരുന്നത്. ഈ പ്രോപ്പർട്ടികളുടെ ബാക്കി ഡോക്യുമെന്റേഷനുകളൊക്കെ പരിശോധിച്ചിട്ട് സാധിക്കുന്നവ നമ്മൾ ഈ മൂവാറ്റുപുഴയിൽ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് അത് റെന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിനു മടേക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം, BSNL ജനറൽ മാനേജർ ജേക്കബ് PA, ഡെപ്യൂട്ടി ജനറൽ മാനേജർ കുഞ്ഞിക്കോയ, അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരായ സുരേഷ് MC, വീരേഷ്, ബീന P പണിക്കർ എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.